നദീതടങ്ങളിൽ ഉത്ഭവിച്ച മാനവ സംസ്കാരത്തിന്റെ പ്രതീകമായാണ് കൗമാര കലാമാമാങ്ക വേദികൾക്കെല്ലാം പുഴകളുടെ പേരുകൾ നൽകിയത്. കലാ സാംസ്കാരിക രംഗത്തിന്റെ പ്രതീകമായ കേരള കലാമണ്ഡലം തീരമണിഞ്ഞു നിൽക്കുന്ന നിലയാണ് പ്രധാന വേദി. ഉദ്ഘാടന സമാപന ചടങ്ങുകൾക്ക് വേദിയാകുന്ന നിലയിൽ 6 നില പന്തലാണ് ഒരുങ്ങുന്നത്. സപ്തഭാഷാ സംഗമഭൂമിയിലെ ചന്ദ്രഗിരി പുഴയും ശബരിമലയുടെ പുണ്യം പേറുന്ന പമ്പയും അധിനിവേശത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും കഥയുറങ്ങുന്ന മയ്യഴിയുമെല്ലാം 16 മുതൽ കണ്ണൂരിന്റെ മണ്ണിൽ വഴിമാറിയൊഴുകും. ഒപ്പം കൗവായിയും വളപട്ടണവും കണ്ണൂരിനെ ഗൃഹാതുരമാക്കും. മലയാളത്തിന്റെ കലാസാഹിത്യ രംഗങ്ങൾക്ക് മുതൽക്കൂട്ടായ നദികളുടെ പേരുകളിലൂടെ കലോത്സവ വേദികളും സമൃദ്ധമാകും. ഏകദേശം 12,000 മത്സരാർത്ഥികളും അവരോടൊപ്പം വരുന്ന ഏതാണ്ട് 1,00,000 ആളുകൾ ഈ 7 ദിവസവും ഈ നദികളുടെ പേരുള്ള വേദികൾ അന്വേഷിച്ച് പോവുകയും ആളുകൾ പരസ്പരം സംസാരിക്കുമ്പോഴെല്ലാം മയ്യഴിയിൽ എന്ത് പരിപാടി ഇന്നുണ്ട്, നിളയിൽ എന്ത് പരിപാടിയുണ്ട്, പമ്പയിൽ എന്ത് പരിപാടിയുണ്ട് എന്നുള്ള നിലയിൽ അന്വേഷിക്കുമ്പോൾ നമ്മൾ എന്താണോ ലക്ഷ്യമാക്കുന്നത് അത് നടപ്പിലാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കലോത്സവ വേദികൾക്ക് നദികളുടെ പേരുകൾ നൽകിയത് ആദ്യമായാണ്. നദികളെ തിരഞ്ഞെടുക്കുന്നതിൽ മിക്ക ജില്ലകൾക്കും പ്രാതിനിധ്യം ഉറപ്പിക്കാനും അധികൃതർ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൗമാര കേരളം നദികളായി ഒഴുകിയെത്തുന്നതും കാത്തിരിക്കുകയാണ് തറികളുടെ നാടായ കണ്ണൂർ. നിളയും കബനിയും നെയ്യാറും മീനച്ചിലാറുമെല്ലാം ഇനി കണ്ണൂരിന് സ്വന്തം. തിറകളുടെ നാട് കൗമാര കലാവേദികളുടെ നദീസംഗമത്തിനായി ഒരുങ്ങുകയാണ്. കണ്ണൂരിന്റെ സ്വന്തമായ വളപട്ടണം പുഴയുടെ തീരത്തു നിന്നും ക്യാമറാമാൻ പ്രതീഷ് വെള്ളിക്കലിനൊപ്പം വിജീഷ് ഗോവിന്ദൻ, മാതൃഭൂമി ന്യൂസ്.